നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ FDയിലോ അങ്ങനെ ഏതെങ്കിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം. ഇത് പറയാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിലേക്ക് ഒരാൾ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒത്തിരി ഷെയർസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 ലക്ഷത്തിന് മുകളിലുള്ള വാല്യൂ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു 2 വർഷം മുന്നേ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ നോമിനി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് എങ്ങനെ അതിനെ തിരിച്ച് വാങ്ങാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് കുറേ പേപ്പർ വർക്കും പിന്നെ കോർട്ടിൻ്റെ ഓർഡറും അങ്ങനെ കുറേ കാര്യങ്ങളുടെ ആവശ്യം ഉള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് നോമിനിനെ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെഗുലറായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ മെയിനായിട്ട് 7 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ട്രാക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതേമാതിരി തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഓരോ ഡോക്യുമെൻറ്റും ആ ഡോക്യുമെൻറ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അത് ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നോമിനി കറക്റ്റ് ആണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കല്യാണം കഴിക്കണേക്കാളും മുന്നായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നോമിനിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നോമിനി നമ്മൾ ആദ്യം വെച്ച് നമ്മുടെ പേരൻസിൻ്റെ പേരായിരിക്കും. അവരായിരിക്കില്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്, നമ്മുടെ വൈഫായിരിക്കും. അപ്പോൾ അത് വൈഫിനേക്ക് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നോമിനി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ചേക്കുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ നോമിനി ആയിരിക്കണേ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പുതിയതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻ്റയർ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മിക്കപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് വിന്നർ ഉണ്ടാവും, അദ്ദേഹം പല ഇൻവെസ്റ്റ്മെൻറ്റിലും ഏർപ്പെടും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയും അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ഇപ്പോൾ ഇവരെ ലവ്ഡ് വൺസിനെ വിട്ടുപോവുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെന്ന് ഒരു നിശ്ചയവും വീട്ടുകാർക്ക് ഉണ്ടാവില്ല. വീട്ടുകാർക്ക് ആ ഒരു ഫിനാൻഷ്യൽ മെച്യൂരിറ്റി ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ തന്നെ ഒത്തിരി ബാങ്കുകളിൽ ഇങ്ങനെ ക്ലെയിം ചെയ്യപ്പെടാത്ത ഒത്തിരി ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ അങ്ങനെ ഓരോ ബാങ്കുകളിലെ ബാലൻസ് ഷീറ്റിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ അടുത്താണ് മിക്കപ്പോഴും കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇമെയിലിലേക്കായിരിക്കും അല്ലെങ്കിൽ ഫോണിലേക്കായിരിക്കും. പക്ഷേ ഇവരുടെ ഇമെയിലിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ പാസ്വേഡ് അവരുടെ വൈഫിനോ ലവ്ഡ് വൺസിനോ അറിയാൻ പറ്റില്ല. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഇമെയിലോ ഫോണിൻ്റെ പാസ്വേഡോ ഇതെല്ലാനും ലവ്ഡ് വൺസിനെ അറിയിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പ്രധാനമായിട്ട് ഉള്ള കാര്യം വെച്ചാൽ ഇപ്പോൾ മിക്ക ആളുകൾക്കും എസ്പെഷ്യലി കേരളത്തിൽ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ നമുക്കൊരു വില്ല് എഴുതുക എന്നുള്ള ഒരു ശീലം നമുക്ക് ഇല്ല. ഒരു ആൾക്ക് പല രീതിയിലുള്ള സ്വത്തുക്കളുണ്ടാവും, പറമ്പുണ്ടാവും, ബിൽഡിങ്സ് ഉണ്ടാവും, ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, പിന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ബാങ്ക് FD ഉണ്ടാവും, പിന്നെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും. ഇതിനെല്ലാത്തിനും ഒരു വില്ല് ഉണ്ടാക്കി വെക്കണം. നമ്മുടെ അടുത്ത സക്സഷൻ പ്ലാൻ എന്താണെന്നും നമ്മുടെ അടുത്ത ജനറേഷന് നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണമെന്ന് കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ വില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ വില്ല് എഴുതിക്കണത് ഒരു 40 വയസ്സിൽ എഴുതിക്കണ വില്ലായിരിക്കില്ല, ഒരു 60 വയസ്സാകുമ്പോഴേക്കും വില്ല് ഉണ്ടാവണം. അതിനിടയിൽ കുറേ വെൽത്ത് അക്യുമുലേറ്റ് ഉണ്ടാവും. അതെല്ലാത്തിനെയും അപ്ഡേറ്റ് ചെയ്തിട്ട് വില്ല് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് വില്ലിൽ എഴുതി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. സക്സഷൻ പ്ലാൻ ഇസ് മസ്റ്റ്.
ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അടുത്തതായിട്ട് പറയാമെന്ന് വെച്ചാൽ. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ ബാങ്ക് ഡീറ്റെയിൽസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുന്ന ഡീറ്റെയിൽസ് അതെല്ലാനും കറക്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പിന്നെ മിക്കപ്പോഴും ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇൻഷുറൻസിൽ നമ്മൾ ബാങ്കിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തേക്കുന്നത് ചിലപ്പോൾ നമ്മൾ 10 വർഷം മുന്നത്തെ ബാങ്കിൻ്റെ ഇൻഫർമേഷൻ, ആ ബാങ്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ലായിരിക്കും. അപ്പോൾ നമ്മൾ കാലാകാലം ചെല്ലുമ്പോൾ ഉപയോഗിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും റെഗുലറായിട്ട് നോക്കുക ഏത് ബാങ്കാണ് അതിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്, അതേമാതിരി ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്, അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് വേണ്ട ചേഞ്ചസ് അപ്പോൾ വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ലാസ്റ്റായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആളുകളുടെ ലൊക്കേഷൻ എപ്പോഴും മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജോലിക്കാണെന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരും ചെന്നൈയിലും പൂനെയിലും ഇങ്ങനെ പല പല സ്ഥലത്തേക്കുള്ള ജോലി എപ്പോഴും ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും വെച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ടൈമിൽ ചേഞ്ച് ചെയ്യണനുസരിച്ചിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേമാതിരി തന്നെ നമ്മൾക്ക് എപ്പോഴും ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാവുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ഓരോ പുതിയ ഇമെയിൽ ഐ ഡിയും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് അവരറിയിച്ചാൽ നമ്മളറിയാത്തൊരു സിറ്റുവേഷൻ വരും. ഇതാണ് പ്രധാനമായിട്ടും എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് നമ്മുടെ ലൗഡ് വൺസ് അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പെൻഡൻ്റായ ആളുകളിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ആ ലൗഡ് വൺസ് അറിഞ്ഞിരിക്കണം. അതേമാതിരി ആ ലൗഡ് വൺസിന് നമ്മുടെ ഓപ്ഷൻസിൽ കറക്റ്റായിട്ട് ആക്സസ് ഉണ്ടാവണം. ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആവണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഏർപ്പെടുന്നത് ഓൺലൈനിൽ കൂടെയാണ്. അപ്പോൾ ഓൺലൈനിൽ കൂടെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കറക്റ്റാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരു സർവീസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യനും നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് കോളത്തിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. വളരെ സന്തോഷത്തോടെ അതിനുള്ള വേണ്ട ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.